സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 16 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 7, ഷോർട്ട് ലിസ്റ്റ് 7 ഉൾപ്പെടെ 14 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 533/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 57 ലിസ്റ്റിലാകെ 173 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 75 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോബ്ലർ കാറ്റഗറി നമ്പർ 51/2022. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ കോബ്ലർ എന്ന തസ്തികയുടെ കാറ്റഗറി നമ്പർ 51/2022. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രമാണ പരിശോധന 22/1/2024 തിങ്കൾ രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR ഫസ്റ്റ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464448. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കിത്താഡ്സിലേക്ക് ഇൻവെസ്റ്റിഗേറ്റർ ആന്ത്രോപോളജി സോഷ്യോളജി കാറ്റഗറി നമ്പർ 185/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 50.67. ലിസ്റ്റിലാകെ 70 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 779/2022. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ UPS കാറ്റഗറി നമ്പർ 324/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 56. ലിസ്റ്റിലാകെ 56 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ കാറ്റഗറി നമ്പർ 290/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അക്കൗണ്ടൻറ്റ് സീനിയർ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 10/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി കാറ്റഗറി നമ്പർ 289/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 48.5. ലിസ്റ്റിലാകെ 56 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 14 പേർ മെയിൻ ലിസ്റ്റിലാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പോളിടെക്നിക്സ് ഫസ്റ്റ് NCA ഈഴവ ബില്ലവ തീയ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 739/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 714/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 58. ലിസ്റ്റിലാകെ 128 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 55 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളി കാറ്റഗറി നമ്പർ 369/2021. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 517/2022.
മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 517/2022 എന്ന തസ്തികയുടെ ജനുവരി മാസത്തെ ഇന്റർവ്യൂ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 75 ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ 23/1/2024, 24/1/2024, 25/1/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതിന് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ്, OTV സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ ഫോം, ഒറിജിനൽ ID കാർഡ്, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, ലേറ്റസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത ശേഷം ആയവ സഹിതം കൃത്യസമയത്ത് തന്നെ വെരിഫിക്കേഷന് ഇന്റർവ്യൂവിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിന് പങ്കെടുപ്പിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റുകൾ 8/1/2024 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അപേക്ഷകൾ 2024 ഫെബ്രുവരി 14 രാത്രി 12 മണി വരെ സ്വീകരിക്കുന്നതാണ്. പരീക്ഷകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് ഓൺലൈൻ OMR പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. വിജ്ഞാപനം കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കി അവരവരുടെ പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. പരീക്ഷാ ടൈം ടേബിൾ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ്. കണ്ണൂർ ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. കണ്ണൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്, മുനിസിപ്പൽ കോമൺ സർവീസ് എന്നിവിടങ്ങളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, ഫസ്റ്റ് NCA ഹിന്ദു നാടാർ ആൻഡ് ഫസ്റ്റ് NCA ധീവര എന്നീ വിഭാഗക്കാർക്കായി. കണ്ണൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ്. മലപ്പുറം ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻറ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, KSAD, AG എന്നീ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 597/2019. കോട്ടയം ജില്ലയിലേക്ക് KSCSC ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 105/2020. കോട്ടയം ജില്ലയിലേക്ക് ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നഴ്സ് ഗ്രേഡ് 2 ആയുർവേദ. ഹെഡ് ഓഫീസിൽ നിന്നും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോളിടെക്നിക്സിലേക്ക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്, മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 527/2019. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ലൈബ്രറി. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 421/2019. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രായിങ് ടീച്ചർ ഹൈസ്കൂൾ. ഹെഡ് ഓഫീസിൽ നിന്നും ഹെൽത്ത് സർവീസസ് മെഡിക്കൽ കോളേജസ് എന്നിവിടങ്ങളിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.